കോള് വന്നു, ഞാനത് റിജക്ട് ചെയ്തപ്പോൾ ആക്സെപ്റ്റ് ബട്ടൺ ആയിപ്പോയി. അപ്പം ഞാനത് നെല്ലും പതിരും വേർതിരിച്ച് പിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മണ്ണാണെങ്കിൽ ലൈഫ് മിഷനിൽ പിടിക്കുന്ന, ലൈഫ് മിഷനിൽ പോകുന്ന ഒരൊറ്റ വണ്ടി പിടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്താണ്. അത് നിങ്ങൾ മാറ്റാത്തത് എന്റെ കുറ്റമല്ല. അല്ല, അവിടെയാണല്ലോ പ്രശ്നം ഉണ്ടായത്. SP, അതായത് അമരമ്പലം പഞ്ചായത്തില് 827 വീടോ എന്തോണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമ്മൾ പണം വെച്ചത്. സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ വീട് ഉള്ളതിന് സ്റ്റേറ്റിന്റെ അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് നിലമ്പൂരില്. അവിടെ ആ മുറ്റത്തുനിന്ന് മണ്ണിടാൻ സമ്മതിക്കില്ലെന്ന്. എന്നിട്ട് ഞാൻ തലക്കസുഖം, ഞാൻ അതിന് എന്താ പറയുക, ഒരു പോലീസ് ഒരു SP ഇരുന്നിട്ട് ഇങ്ങനെ ചാടിക്കുമ്പോ അതിന് തലക്കസുഖം എന്നല്ലാതെ ഞാൻ അതിനെ കുറിച്ച് അതിന് മിനിമം പറയാനല്ലേ പറ്റും എനിക്ക്. അവിടെ അല്ല, ആ ഒരു ഫൈറ്റിലല്ലേ തുടങ്ങിയത്. ഞാൻ പിന്നെ പാർക്കിലെ കേസ് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരാളെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുമ്പോ എന്റെ അനുഭവം എനിക്ക് പറയാലോ. അതെ 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 8 മാസമായി. ഒറ്റ കാര്യമുള്ളൂ, എനിക്കറിയത്തില്ല നിങ്ങൾ ADG ലോ ആൻഡ് ഓർഡറുമായിട്ട് എങ്ങനെയാണ് റിലേഷൻസ് എന്നുള്ളത്. അങ്ങനെയാണ് ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ കേരള പോലീസിലെ ഒരു വ്യക്തി അജിത് കുമാർ. തൊട്ട് പരിചയമുള്ള ആളായിരിക്കും. അയാൾ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അല്ല, MRന്റെ കാര്യം SP അറിയില്ലേ? ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സാജൻ സ്കറിയന്റെ കാര്യം സർവശക്തനാണല്ലോ. അല്ല, അതായിക്കോട്ടെ, അത് അതിലേറെ വലിയ സർവശക്തൻ മോളിലുണ്ടല്ലോ, നമ്മളൊക്കെ വിശ്വസിക്കണം. അതിനപ്പുറം ആരുമില്ലല്ലോ. അതായത് ഈ സാജൻ സ്കറിയയുടെ കേസിൽ, മറുനാടൻ മലയാളിയുടെ കേസില് ഇപ്പൊ ഞാൻ അന്ന് സംസാരിച്ചല്ലോ, അതിൽ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആക്ടില് 2000 കമ്മ്യൂണിക്കേഷൻ ആക്ടില് ഈ പറയുന്ന 66F അട്രാക്ട് ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പോലീസ് ചോദിച്ചിട്ട്, അത് വന്നു കഴിഞ്ഞാൽ അത് ടെററിസാണ്, 14 കൊല്ലത്തെ ഇംപ്രീസ്മെന്റ് ആണ്, ജാമ്യമില്ല. അത് നിങ്ങളെ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പോ ഈ വിഷയം വന്നപ്പോ ഈ ചങ്ങാതിക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ. ഞാൻ കേട്ട വിവരാണ്, കേട്ടതല്ല, അത് ആൾമോസ്റ്റ് നമ്മൾ SPക്ക് അറിയുന്നുണ്ടാവും. ഈ സാജൻ സ്കറിയയുടെ ആളുകള് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് 2 കോടി രൂപയാണ് ഓഫർ ചെയ്തത് MR അജിത് കുമാറിന്. നിങ്ങളത് കേട്ടിട്ടില്ലേ? ഇപ്പൊ അതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 1.5 കോടി, ആദ്യം 1 കോടി കൊടുത്തു, പിന്നെ 50 ലക്ഷം കൊടുത്തു. ഇപ്പൊ ആ 50 ലക്ഷം 3 മാസം സമയം പറഞ്ഞതായിരുന്നു. അതിപ്പം 6 മാസമായി, 8 മാസമായി, 10 മാസമായി ആ പൈസ കൊടുത്തിട്ടില്ല. ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് SPക്ക് അറിയോ? അതെനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ സ്വന്തം ആളാണല്ലോ. അതൊന്നും ഇപ്പൊ ശശി സാറൊന്നും ഇപ്പൊ ഈ പൈസ വാങ്ങുന്ന അറിയില്ലല്ലോ. ഇങ്ങനെ അതറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ MRന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സുകാരായിട്ടാണ്. ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സുകാരാണ്. അതറിയില്ല നിങ്ങൾക്ക്? നിങ്ങളിപ്പോ കുറെ കാലം അദ്ദേഹത്തിന് കീഴിൽ നിന്നതല്ലേ. അദ്ദേഹത്തിന് തൃശ്ശൂർ റൂറൽ ഭാര്യ വീട്ടുണ്ട്, അവിടെ കുറെ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പലരും തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഗവൺമെന്റിന് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ, ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തിപ്പരിച്ച് അവന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക? അല്ല, ഇപ്പൊ ഇങ്ങനെ ന്യൂസേ നിങ്ങൾ കേട്ടിട്ടില്ല? അല്ല, ഇയാൾ ഈ കാശ് മേടിച്ച കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് പോയ മാനസികാവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ APS ഞാൻ അങ്ങ് ഒതുങ്ങിക്കൂടി. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കും, നിങ്ങൾ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ. മനസ്സിലാവും. ഞാൻ ഈ കഴിഞ്ഞ 8-9 മാസത്തില് ആന്റി ടെററിസ്റ്റ് കോഡില് ബേസിക് കാര്യങ്ങൾ ചെയ്തിരിക്കുക എന്നല്ലാതെ, കുറച്ച് മാവോയിസ്റ്റുകളെ പിടിച്ചെന്നല്ലാതെ ഞാൻ ഈ യുവമാരെ എന്തെങ്കിലും കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു പോയിട്ടില്ല. ഇതിപ്പം യുവമാരായിട്ട് സജസ്റ്റ് ചെയ്തിട്ടല്ല എന്നോട്. MR അജിത് കുമാർ അല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിലിപ്പം ഒറ്റ ഒരാളേ ഉള്ളൂ, MR അജിത് കുമാർ. ദാറ്റ്സ് ദി ഓൺലി പേഴ്സൺ. അപ്പം പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങള്. പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ ബിസിനസ് സർക്കിളിൽ പെട്ട ആളുകളാണ്. ഇയാള് പണ്ട് പാലക്കാട് SP ആയിരുന്ന സമയത്ത് ഇയാൾ SI ആയിരുന്നു. ഇയാള് ബാക്കിയുള്ളവരുടെ നീതി ന്യായം പറഞ്ഞാൽ MR അജിത് കുമാർ ഒരു സ്ഥാനം പിടിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും. അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അടിമക്കണ്ണാണ്. അതുകൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കണേ. ഒറ്റ കെയർഫിലായിരിക്കുന്നത്. ഒറ്റ കെയർഫിൽ. കാരണം ഇയാൾ പണ്ട് തൃശ്ശൂരായി റേഞ്ച് AG ആയിരുന്നു 3-4 വർഷം. അന്ന് അപ്പം ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശി ഒന്നും മൈൻഡ് ആകത്തില്ല. ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാൽ MR ഒരു സാധനം പിടിച്ചാൽ പിന്നെ ആ ഏരിയയിലോട്ട് പോകത്തില്ല.
അപ്പൊ മലപ്പുറത്തെ എല്ലാ കൊട്ടേഷനും നടന്നു നോക്കുള്ളൂ. അജിത്കുമാറിന്റെ നീതിയാണ് ശശിന്റെ നീതി. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ നീതിയൊന്നുമില്ല. അപ്പൊ SP ഇപ്പൊ അറിയാലോ MR അജിത് കുമാർ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അതെ, നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താന്നുള്ളത്. ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ. എനിക്ക് പേര് വിജയൻ സാറ് നശിപ്പിച്ചു വെച്ചത് അയാൾ ഇട്ടത്തിന്. അതുകൊണ്ട് നമുക്ക് അയാളെ പേര് കേൾക്കുമ്പോൾ വിജയൻ സാറാണ് മുഖ്യമന്ത്രിയല്ലേ ഉദ്ദേശിച്ചത്? ഒരു തർക്കമില്ല നിങ്ങളെ പറഞ്ഞില്ലേ? അദ്ദേഹത്തെ മാത്രമല്ല, പി വിജയനെ സസ്പെൻഡ് ചെയ്തിട്ട് നശിപ്പിച്ചു വെച്ചേക്കണം മുഴുവൻ ഇയാളൊറ്റൊരുത്തനാ. ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവൻ ഉണ്ടായത് ഈ പോലീസിലെ മുഴുവൻ കാരണക്കാരൻ ഈ അജിത് കുമാർ എന്നില്ലേ. അദ്ദേഹം മര്യാദക്ക് കൊണ്ടുനടന്നിരുന്നെങ്കിൽ അതായത് നിങ്ങൾക്കും പോലെയല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇവിടെ ഒരുവിധം IPS ഒക്കെ അത് അറിയാലോ, ഉണ്ടായിരിക്കല്ലേ. എന്താ ചെയ്യാ? അല്ലാതെ നിങ്ങള് അതായി പറയുന്നത്. അപ്പം ഈ വിഷയത്തിൽ പോലും ഇപ്പൊ ഈ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയെ കുറിച്ച്, മുഖ്യമന്ത്രി കുടുംബത്തെ കുറിച്ച്, പാർട്ടി സെക്രട്ടറിയെ കുറിച്ച്, കൊടിയേരി ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കുറിച്ച് അകലമായ ആളുകളെയും കുടുംബം നാറ്റിക്കുന്ന വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്നു, വർഗീയ വാർത്തകൾ കൊടുക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് ഇയാൾ കാശ് വാങ്ങിയാൽ പിന്നെ എന്താണ് ഇതിന്റെ സ്ഥിതി? SP നിങ്ങളൊന്ന് പറയും. അല്ല, നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾ അജിത്തിന്റെ ആ ഒരു സ്വഭാവം അറിയുന്ന ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്നവര് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്താ? അപ്പൊ അവിടെയാണ് ഇതിന്റെ വിഷയങ്ങള്. MLA എന്റെ കാര്യത്തിൽ ഒരു ഇതാക്കാം. നാളെ എനിക്കൊന്ന് പരിഹാരമാക്കി തന്നെ ഞാൻ തിങ്കളാഴ്ച മനസ്സമാനമായിട്ട് ജോലി ചെയ്തിട്ടെ. ഒരു മെയിൽ അയക്കി പ്ലീസ്. നാളത്തെ ഒരു ദിവസം കൂടി തരും SP. ഞാനെന്താ വെച്ചാല് ഞാൻ വിളിച്ചോളാം. ഉറക്കവും MLA രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കണ. എപ്പോഴെങ്കിലും പറയാം, ഞാൻ ആ സമയത്ത് തിരിച്ചു വിളിക്കാം. അല്ല, ഞാൻ എപ്പോ എന്നെ നിങ്ങൾ വിളിക്കണോ? ഇപ്പൊ എന്താ രാത്രി 9:30 ശേഷം ഞാൻ 9:30 10 o'clock ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തുള്ളൂ. വഴിയൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. വണ്ടിയിൽ ആളുകൾ ഉണ്ടാവും ഒക്കെ. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വയ്യല്ലോ, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. നാളെ കൊണ്ട് എനിക്കൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തതാ പ്ലീസ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നാളെ അനുകൂലമായിട്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്ന നമ്മുടെ ലീഡർഷിപ്പിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ എനിക്കൊരു വിഷയമില്ല. നമ്പർ 1. നമ്പർ 2, ഞാൻ ഒറ്റ കാര്യം കൂടി SP ചോദിച്ചോട്ടെ. ഇങ്ങനെ ഒരു എൻക്വയറിക്ക് പോയി കഴിഞ്ഞാൽ SPക്ക് ഇതിൽ എന്തെങ്കിലും വിഷയം വരുമോ? അല്ല, എൻക്വയറി ഓൾറെഡി നടക്കുന്നുണ്ട്, അതൊന്നും ആകത്തില്ല. എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, MLA ഇതൊരു പരാതി കൊടുത്തു കഴിയുമ്പോൾ അത് പുറത്തു വന്നു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു കസ്റ്റോഡിയലത്തിന്റെ ഇഷ്യൂസ് തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കുകൾ മുഴുവൻ നേടുമ്പോൾ എനിക്ക് അത് ഫേസ് ചെയ്യാനായിട്ടുള്ള, അത് MLA കൊടുത്ത ഒരു പരാതി എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ ഇല്ല. മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാനിപ്പോ ചോദിച്ചു, ഞാൻ കൊടുത്ത പരാതി നിങ്ങൾക്ക് മെയിലിലാണ് ഡിലീറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടോന്ന് ചോദിച്ചു. പറ്റില്ല MLA, അറിയാലോ. അത് മനസ്സിലായി. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് തടിയൂരണ്ടേ? MLA അതൊന്നും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തുകൂടെ? ഈ പരാതിയുമായിട്ട് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ സെന്റൻസിൽ ഒരു MLAയുടെ ഒരു ഈ എത്രയോ വിഷയത്തിൽ അവനെ പിടിക്കാനായിട്ട് നിങ്ങൾക്കുണ്ട്. ഈ ലൈഫ് മിഷന്റെ ഇഷ്യൂ, അത് ഇത് എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ പോരെ? ശശിനെ പിടിക്കാന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എന്നോട് നിങ്ങൾക്ക് സ്നേഹമല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് എന്നോട് ശത്രുതയില്ലല്ലോ. അല്ല, നമുക്ക് ഒരാളോട് ശത്രുത, നിങ്ങളോട് ഒരു ശത്രുത ഉണ്ടാവേണ്ട കാര്യം എനിക്കില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു പ്രയാസത്തിൽ പെട്ടു, എന്നെ വിളിച്ചു, ഞാൻ സഹായിച്ചില്ലേ ആ കാലത്ത്. അതേ MLA, ആ നന്ദി ഉള്ളത് കൊണ്ടും ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ചോദിക്കാനുള്ളത് കൊണ്ടും അല്ലേ ഞാൻ മറ്റൊരാളെ കൊണ്ട് വിളിപ്പിക്കാതെ ഞാൻ MLA നേരിട്ട് വിളിച്ചത്. അല്ല, അപ്പൊ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഒരാള് ദുരന്തത്തിൽപ്പെട്ട നമ്മൾ സഹായിക്കാന്നുള്ളതാണ് നമ്മളുടെ പോളിസി. എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യും. ഇനി നമ്മൾ ഇത്ര എനിക്ക് സത്യത്തിൽ പറഞ്ഞ തല പോഞ്ഞോണ്ടിരിക്കും 2 ദിവസമായിട്ട്. MLA എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ സെന്റൻസിൽ ഇതിൽ നിങ്ങളൊന്ന് ഒന്ന് പിന്നോട്ട് വലിഞ്ഞാൽ നിങ്ങൾക്ക് 100 വിഷയങ്ങൾ മുമ്പോട്ട് എടുത്ത് വയ്ക്കാൻ വേറെ ഉണ്ടല്ലോ. എത്രയോ ഇവനെതിരെയുള്ള പരാതി പോലീസുകാർ തന്നെ തരും. ഇവന് ഈ 50 കിലോമീറ്റർ ദൂരം മാറ്റിയത്, ഈ മണ്ണുകാർ ലൈഫ് മിഷൻ പിടിക്കുന്നത്, ഈ പറഞ്ഞ ചെങ്കല് വണ്ടികൾ മുഴുവൻ കൊണ്ട് പിടിച്ചിടുന്നത്, അവിടെ എനിക്ക് തോന്നുന്നത് ലീഗുകാരെ കണ്ട് ഇവനെതിരെ സമരം ചെയ്യാതിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കാണിക്കണം എല്ലാവരും MLAയുടെ ഒപ്പം അല്ല, സമരം നമ്മൾ തന്നെ ചെയ്തല്ലോ. ഈ ലൈഫ് മിഷന്റെ കാര്യത്തില് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഫുൾ മെമ്പർമാര്, LDF, UDF ഒരു വ്യത്യാസമില്ല, എല്ലാരും കൂടെ പോയിട്ട് ഇയാളെ പോയി കണ്ടു. ദയവായി ഉപദ്രവിക്കരുത്. ആ വീട് കെട്ടിയ തറയിലേക്ക് മണ്ണിടാനാണ്. ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് SP എത്ര മണ്ണാ വേണ്ടത്? SPക്ക് അറിയാലോ. ഈ പറയുന്ന ഒരു 150 അടി മണ്ണ് അല്ലെങ്കിൽ 200 അടി മണ്ണ് ഒരു ചെറിയ പിക്കപ്പിന്റെ ലോഡ് മണ്ണാണ്. അത് അപ്പുറത്തെ പറമ്പെന്ന് ആളുകൾ സമ്മതം കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടെ ശേഷം മണ്ണെടുത്തോ.
ഏത് ഈ സാധുവിനെ വീടുണ്ടാവട്ടെ വെച്ച് അതിനിങ്ങനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ MLA അവരെ വട്ട നിങ്ങൾ അവരെ മാറ്റിയ പോലെ ഈ പ്രശ്നം തീർന്നില്ലേ?